Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചധികം ആനിമി സീരീസുകളെ കുറിച്ചാണ്. അടുത്ത മാസം കൊണ്ട് ഇനി അങ്ങോട്ട് ഇറങ്ങാനിരിക്കുന്ന കുറച്ചധികം മേജർ ആയുള്ള ആനിമി സീരീസുകളെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പൊ തന്നെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് അടുത്ത മാസം തൊട്ട് തന്നെ തുടങ്ങാം. ഏപ്രിൽ 2 തീയതി വൺ ഓഫ് ദി ബെസ്റ്റ് മാൻഹോ ആയിട്ടുള്ള ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിന്റെ ആനിമി അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. പക്ഷേ ഹോപ്സ് ഒന്നും അത്ര ഹൈ ആക്കി വെക്കേണ്ട. കാര്യം ട്രെയിലറൊക്കെ ഓൾറെഡി റിലീസായിരുന്നു, പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് പ്രോമിസിങ് അല്ലായിരുന്നു. ഇത് നമ്മുടെ സോളോ ലെവലിംഗ് പോലെ ഹിറ്റായിട്ട് മാറുമോ അല്ലെങ്കിൽ ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ കാരണം ഇതൊരു വേൾഡ് കാസ്റ്റ് ഡിസാസ്റ്റർ ആയി മാറുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഏപ്രിൽ 3 തീയതി ഡെവിൽ മാൻ ക്രൈ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. അതിന്റെ പിറ്റേ ദിവസം ഫയർഫോഴ്സിന്റെ സീസൺ 3യും പിന്നെ ഏപ്രിൽ 6 തീയതി വൺ പീസും അങ്ങനെ തിരിച്ചു വരുവാണ്. വർഷങ്ങളായിട്ട് നിർത്താതെ പൊക്കൊണ്ടിരുന്ന ഒരു ആനിമി സീരീസ് ആയിരുന്നു നമ്മുടെ വൺ പീസ്. അത് ഒരു 6 മാസത്തെ ബ്രേക്ക് എടുത്തിരുന്നു. ആ 6 മാസം അങ്ങനെ കഴിഞ്ഞു. ഏപ്രിൽ 6 തീയതി എഗ്ഹെഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ്. ഏപ്രിൽ 13 തീയതി നമ്മളെ കാത്തിരിക്കുന്നത് ഗോ ഗോ ലൂസർ റേഞ്ചേഴ്സിന്റെ സീസൺ 2 ആണ്. ഇതൊരു കിട്ടില്ല ഷോ ആണ്. കാര്യം നമ്മുടെ കുട്ടിക്കാലമൊക്കെ മനോഹരമായി കൊണ്ടുവന്ന ആ പവർ റേഞ്ചേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ആനിമി സീരീസ് കൂടിയാണത്. പിന്നെ ജൂലൈ 7 തീയതി ഗ്രാൻഡ് ബ്ലൂവിന്റെ സീസൺ 2. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് കോമഡി ആയിട്ടുള്ള ആനിമി സീരീസ് ആണ് ഈ ഗ്രാൻഡ് ബ്ലൂ. അതിന്റെ സീസൺ 2 ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഡേറ്റ് കൺഫേം ആയില്ലെങ്കിലും ജൂലൈയിൽ തന്നെയാണ് ഗാച്ചി അക്കുഡയുടെ ആനിമി അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാൻഹോ ആയിട്ടുള്ള ORV നിങ്ങൾ എല്ലാവരും തന്നെ വായിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ORVയുടെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ റിലീസ് ആവുന്നുണ്ട്. ഇതും ജൂലൈയിൽ തന്നെയാണ്. പിന്നെ ഡേറ്റ് ഒന്നും ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. അതേപോലെ ഹോട്ടൽ ഇൻഹ്യൂമൻസ് ജൂലൈയിൽ തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഡേറ്റ് അങ്ങനെ ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. പിന്നെ വൺ പഞ്ച് മാന്റെ സീസൺ 3 ഒക്ടോബറിൽ നമ്മളെ കാത്തിരിപ്പുണ്ട്. പക്ഷേ ഇതത്ര ഹൈപ്പ് കൊടുക്കണ്ട എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിന്റെ ടീസറൊക്കെ കണ്ടിട്ട് അത്ര പ്രോമിസിംഗ് ആയിട്ട് തോന്നിയില്ല. സീസൺ 1നെ 2നെയൊക്കെ വെച്ച് നോക്കുന്നത് സീസൺ 3ന്റെ അത് കുറേ നല്ല ആർട്ട് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ആനിമേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസാസ്റ്റർ ആകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇനിയുള്ള അടുത്ത വർഷമാണ്, അതായത് 2026 ജനുവരിയിൽ നമ്മളെ കാത്ത് 3 കിടിലൻ ആനിമി സീരീസുകളാണ് ഇരിക്കുന്നത്. അതിലൊന്ന് ഫ്രീ റൺ ബിയോണ്ട് ദി ജേർണീസ്, 2 ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദി ഡാർവിൻസ് ഇൻസിഡന്റ് എന്ന് പറയുന്ന റീസെന്റ് അനൗൺസ് ആയിട്ടുള്ള ഒരു ആനിമി സീരീസ്. അടുത്തത് ഒരു കിടിലൻ ഡോങ്ഹോയുടെ ആനിമി അഡാപ്റ്റേഷൻ ആണ്. നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന അത്രയും പവറുള്ള ഒരു കിടിലൻ ഡോങ്ഹോ ആണ് ഇത്. അതിന്റെ പേര് ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ് എന്നാണ്. ഇതിന് മിനിമം 5 സീസണെങ്കിലും കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറെ അധികം ആനിമി അഡാപ്റ്റേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഓൾ യു നീഡ് സ്കിൽ, രണ്ടാമത്തത് റെക്കോർഡ് ഓഫ് റൈനറോക്ക്, മൂന്നാമത്തത് ഐ വാണ്ട് ടു ലവ് യു ടിൽ യുവർ ഡൈങ്, നാലാമത്തത് ദി ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് കിക്ക്ഡ് ഔട്ട് ഓഫ് ദി ഹീറോസ് പാർട്ടി, അഞ്ചാമത്തത് ടൂറിംഗ് ആഫ്റ്റർ ദി അപ്പോക്കലിപ്സ്, പിന്നെ ആറാമത്തത് ഡെഡ് അക്കൗണ്ട്. ഇതെല്ലാം കൂടാതെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ കൂടെ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നിന്റെ അല്ല, വൺ ഓഫ് ദി ബെസ്റ്റ് മാങ്ക ആയിട്ടുള്ള ക്ലേമോറിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണ്. സോ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി.